നിങ്ങൾക്ക് ഒരാൾക്ക് മെയിൽ അയക്കാനുണ്ട്, എന്നാൽ നിങ്ങളത് മറന്നുപോയി അയാൾക്ക് മെയിൽ അയക്കാനായിട്ട്. ഓപ്പൺ ആപ്പ് ഷെഡ്യൂളർ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ അതിനകത്ത് ടൈം വെച്ചിട്ട് ഒരു ആപ്ലിക്കേഷൻ ഷെഡ്യൂൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴാണോ അത് വേണ്ടത് ആ സമയത്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരും ഓട്ടോമാറ്റിക്കലി. ഫോർ എക്സാമ്പിൾ ജിമെയിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ 10 മണിക്ക് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 10 മണിയാവുമ്പോൾ ജിമെയിൽ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആയി വരും. അപ്പോൾ നിങ്ങൾക്ക് ഓർക്കാം, ഓ എനിക്ക് മെയിൽ അയക്കാനുണ്ട്, ഞാൻ അയച്ചിട്ടൊക്കെ വരാമെന്ന്. അടുത്ത ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൻഡിൽ ബ്ലോവർ. അതായത് മെഴുകുതിരി അണയ്ക്കാനായിട്ട് നിങ്ങൾ ഇനി ഊതി അണയ്ക്കേണ്ട കാര്യമില്ല. കാൻഡിൽ ബ്ലോവർ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ഓൺ ആക്കുക. സിമ്പിൾ. നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കണം, എന്നാൽ നിങ്ങളുടെ 5 പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ ഗ്ലേസൻ്റെ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എലോൺ മസ്കിനെ വെച്ചിട്ടും ഹാപ്പി ബർത്ത്ഡേ ടു യു പാടിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ അവനെ തെറി വിളിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വിളിക്കാം. ഇനി അതും പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ റാപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കൂട്ടുകാരുടെ ഫോണിൻ്റെ വാൾപേപ്പർ നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അങ്ങനെ പറ്റും. വാൾ ക്ലെയിമർ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കൂട്ടുകാരൻ്റെ ഫോണിലും അത് ഡൗൺലോഡ് ചെയ്തിരിക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ അകത്തുനിന്ന് കൂട്ടുകാരൻ്റെ ഫോണിൻ്റെ അകത്തുള്ള വാൾ ക്ലെയിമർ ആപ്പിൻ്റെ യൂസർ നെയിമിലേക്ക് ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുക. ആ ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയതിന് ശേഷം ക്ലെയിം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണിക്കും. ആ ക്ലെയിം ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏത് വാൾപേപ്പറാണോ അത് അല്ലെങ്കിൽ ഏത് ഫോട്ടോയാണോ അത് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരുടെ ഫോണിൻ്റെ അകത്ത് വാൾപേപ്പർ മാറും. ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മെസ്സേജും എഴുതി അയക്കാവുന്നതാണ്. അവനിപ്പോൾ ഫോൺ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോയ്ക്കകത്ത് ഫോൺ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അയച്ചു കയറ്റി കൊടുക്കാം. യെസ്. അടുത്ത ആപ്പ് എന്താണെന്നറിയാമോ? വാൾ നോട്ട്സ്. വാൾ നോട്ട്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വാൾപേപ്പറിൽ നോട്ടുകൾ എഴുതി വയ്ക്കാൻ പറ്റും. അതായത് പൊതുവേ നമ്മൾ ഈ നോട്ട് ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിഡ്ജറ്റ് ആയിട്ടായിരിക്കും എടുത്തിടുക. ഈ വിഡ്ജറ്റ് ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ നോട്ടും പോയി വിഡ്ജറ്റും പോയി. അതിന് പകരം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വാൾപേപ്പറിൻ്റെ അകത്ത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ ആ വാൾപേപ്പറിൻ്റെ ചന്തം കുറയാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ആ എഴുതി വെച്ച നോട്ടുകളെല്ലാം കറക്റ്റായിട്ട് ഓർത്ത് എല്ലാം ചെയ്ത് തീർത്തുകൊണ്ടിരിക്കും. ഒരു ടു ഡു ആപ്പ് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടു ഡു ആപ്പ്. ഇനി നിങ്ങൾക്ക് കുറച്ച് ടു ഡു ആപ്പ് അല്ല, കുറച്ച് ഗെയിംസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കാണുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുവന്നിരിക്കും. ബൈ.